ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ടാറ്റ ഈ അടുത്താണ് അവരുടെ പുതിയ കർവ് എന്ന് പറയുന്ന ഇലക്ട്രിക് വാഹനം ലോഞ്ച് ചെയ്ത് നമുക്കതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും എല്ലാം തന്നെ അറിയാം. അപ്പോൾ സ്വാഭാവികമായും ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ്, ഈ വാഹനം നെക്സോണും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏതാണ് എടുക്കുക എന്നുള്ളത്. രണ്ടും ടാറ്റയുടെ വാഹനങ്ങളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കമ്പാരിസൺ ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു പ്രോപ്പർ കമ്പാരിസൺ അല്ല, നമ്മൾ ജസ്റ്റ് പ്രൈസ് മാത്രമാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. സോ നിങ്ങൾ പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ ഏത് വണ്ടി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുകയായിരിക്കും, സൈസ് നല്ല ഡിഫറൻസ് ഇല്ലേ, നെക്സോൺ വരുന്നത് സബ് 4 മീറ്റർ അല്ലേ, കർവ് അപ്പോൾ 4 മീറ്റർ അല്ലേ എന്നൊക്കെ. ഇപ്പോൾ നമുക്ക് വെന്യൂം അതുപോലെ ക്രെറ്റയും വെച്ച് കമ്പയർ ചെയ്യുന്ന പോലെയാണ് ഞാനിപ്പോൾ കമ്പയർ ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി നമ്മൾ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് എന്തോരം വാല്യൂ കിട്ടുന്നുണ്ട് എന്നുള്ളതാണല്ലോ. ആ ഒരു ആസ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കമ്പാരിസൺ അവിടെ പോയിന്റ് ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം രണ്ട് വാഹനങ്ങളുടെ ബാറ്ററി കൺഫിഗറേഷന് ഡിഫറൻസ് ഉണ്ട്, പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു പരിധി വരെ ഡിഫറൻസ് ഉണ്ട് എന്ന് പറയാം. പക്ഷേ ബേസിക്കലി രണ്ട് വണ്ടികളും സെയിം ആണ്. അതായത് ഇപ്പോൾ കർവ് നമുക്ക് കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള ഒരു സ്കേറ്റ് ബോഡി ആർക്കിടെക്ചറിൽ വരുന്നു എന്ന് ടാറ്റ പറയുന്നു. നെക്സോണിൻ്റെയും കർവിൻ്റെയും ബേസിക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് X1 ആണ്. പിന്നെ ഇലക്ട്രിക് ആയതുകൊണ്ടുള്ള ഒരു പുതിയ അറ്റ്ലസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് കർവ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നെക്സോൺ ഇപ്പോഴും മറ്റേതിൻ്റെ പഴയ വേർഷൻ തന്നെ അവർ ഇലക്ട്രിക്കിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്ന രീതിയാണുള്ളത്. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഫ്രണ്ട് ഡിസൈൻ നോക്കുകയാണെങ്കിലും ഇൻറ്റീരിയറിനകത്ത് വരുന്ന ഡിസൈൻ ആസ്പെക്ട്സ് ഒക്കെ എടുക്കുകയാണെങ്കിലും എല്ലാം നെക്സോണുമായിട്ട് വളരെയധികം സിമിലർ ആയിട്ടാണ് കർവിലും കൊടുത്തിരിക്കുന്നത്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ വണ്ടി കുറച്ച് പ്രീമിയം ആയിട്ട് കാണിക്കാനായിട്ട് ഒരു ഇത്തിരി അഡീഷണൽ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. പിന്നെ നീളമുള്ള വണ്ടി ആയതുകൊണ്ട് നമുക്ക് റിയർ പ്രൊഫൈലും കർവിൻ്റെ കാര്യത്തിൽ ഡിസൈനിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി എന്തായാലും അധികം ബോറടിപ്പിക്കാതെ ഞാൻ ഡയറക്റ്റ് കമ്പാരിസണിലോട്ട് കിടക്കാം. ഇവിടെ ഇപ്പോൾ MR എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന മീഡിയം റേഞ്ച് ആണ്, അതുപോലെ LR എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ലോങ് റേഞ്ച് ആണ്. നമുക്ക് നെക്സോൺ EVയിൽ മീഡിയം റേഞ്ചിൽ 5 വേരിയൻസ് വരുന്നുണ്ട്, കർവ് EVയിൽ ആകെ 3 വേരിയൻസേ വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഈ മീഡിയം റേഞ്ച് വൈസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും രണ്ട് വണ്ടികളിലും ഭയങ്കര വലിയ വ്യത്യാസമാണ് വരുന്നത്. കാരണം നെക്സോൺ EVയിൽ ജസ്റ്റ് 30.2 kWh ആണ് മീഡിയം റേഞ്ചിൽ ബാറ്ററിയുടെ സൈസ് വരുന്നത്. അതിൻ്റെ ക്ലെയിംഡ് റേഞ്ച് 312 കിലോമീറ്റേഴ്സേ ഉള്ളൂ. പക്ഷേ അതേസമയം നമ്മൾ കർവ് EV എടുക്കുകയാണെങ്കിൽ അതിന് മീഡിയം റേഞ്ച് വരുന്നത് 45 kWh ബാറ്ററി പാക്കാണ്. 15 kWhൻ്റെ സൈസാണ് ഡിഫറൻസ് വരുന്നത്. മാത്രമല്ല കർവ് EVയുടെ മീഡിയം റേഞ്ചിൻ്റെ തന്നെ ക്ലെയിംഡ് റേഞ്ച് നമുക്ക് 502 കിലോമീറ്റേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ മീഡിയം റേഞ്ച് നെക്സോൺ ആണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ ടോപ്പ് എൻഡ് പോയി എടുക്കാതെ അതിലും നല്ലത് നമ്മുടെ കർവ് EVയുടെ മീഡിയം റേഞ്ചിന് തന്നെ ബേസ് മോഡൽ എടുക്കുന്നതായിരിക്കും. ഫീച്ചേഴ്സ് ഒക്കെ ഒബ്വിയസ്ലി നിങ്ങൾ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മുടെ ഒരു യൂസബിലിറ്റി ഫാക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ നെക്സോണിൻ്റെ മീഡിയം റേഞ്ച് കുറച്ച് മോശമാണ്. കാരണം അത് നമുക്ക് റിയൽ ലൈഫ് റേഞ്ച് ഒരു 150 to 220 വരെയൊക്കെയാണ് ആൾക്കാർ പൊതുവേ പറയാറുള്ളത്. പിന്നെ 250 റേഞ്ചിലൊക്കെ കിട്ടുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അത് നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ഒക്കെ ചെയ്ത് ഓടിച്ചാലാണ് അങ്ങനെയൊക്കെ കിട്ടുന്നത്. പിന്നെ ഒരു പരിധി കൂടുതൽ സ്പീഡ് കൂട്ടുകയാണെങ്കിലും ഇലക്ട്രിക് വണ്ടിക്ക് അത്യാവശ്യം നല്ല ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ മീഡിയം റേഞ്ച് നെക്സോണിൻ്റെ ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്യാതെ കർവിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്ക് അവിടെ പ്രൈസ് ഡിഫറൻസ് നോക്കുകയാണെങ്കിലും കാണാം. പിന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണ്, നെക്സോൺ EVയുടെ മീഡിയം റേഞ്ചിൻ്റെ ഒരു ബേസ് മോഡൽ അല്ലെങ്കിൽ എൻട്രി ലെവൽ വേരിയൻ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കൺസിഡർ ചെയ്യാം. 14.49 lakhs ആണ് നമുക്ക് അവിടെ പ്രൈസ് വരുന്നത്. അതിലൊന്നും കുഴപ്പമില്ല. ഇനി ലോങ് റേഞ്ചിലേക്ക് വരുമ്പം അവിടെയാണ് കഥ മൊത്തത്തിൽ മാറുന്നത്. കാരണം നമുക്കിവിടെ ലോങ് റേഞ്ചിൽ നെക്സോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 16.99 lakhs ആണ് വരുന്നത്. പക്ഷേ കർവ് EVയുടെ മീഡിയം റേഞ്ച് നമുക്ക് 17.49 lakhsൽ അവൈലബിൾ ആണ്. ഞാൻ എന്തിനാണ് നെക്സോണിൻ്റെ ലോങ് റേഞ്ചും കർവിൻ്റെ മീഡിയം റേഞ്ചും നമ്മൾ കമ്പയർ ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നെക്സോണിൻ്റെ ലോങ് റേഞ്ചിലും 40.5 kWh ബാറ്ററി പാക്കാണ് വരുന്നത്. പക്ഷേ കർവിൻ്റെ മീഡിയം റേഞ്ചിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ 45 kWh ആയതുകൊണ്ട് ഇവിടെ നമുക്ക് വീണ്ടും 4.5 kWhൻ്റെ സൈസ് ഡിഫറൻസ് പറയാൻ പറ്റും ബാറ്ററിയുടെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ നെക്സോൺ EVയുടെ നമ്മുടെ ലോങ് റേഞ്ചിൽ വരുന്ന ക്ലെയിംഡ് റേഞ്ച് 465 കിലോമീറ്റേഴ്സ്, മറ്റേ ഞാൻ ഓൾറെഡി പറഞ്ഞു 502 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഡിഫറൻസ് അവിടെയും റേഞ്ചിൻ്റെ കാര്യത്തിൽ വരുന്നുണ്ട്. അതായത് നിങ്ങൾ ജസ്റ്റ് 50,000 കൂടുതൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ലോങ് റേഞ്ച് നെക്സോണിൻ്റെ ബേസ് മോഡൽ എടുക്കുന്നതിലും നമുക്ക് മീഡിയം റേഞ്ച് കർവിൻ്റെ ബേസ് മോഡൽ എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഈ ഒരു കമ്പാരിസൺ മീഡിയം റേഞ്ച് വേഴ്സസ് ലോങ് റേഞ്ച് ചെയ്യുന്നതിൻ്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാറ്ററിയുടെ സൈസിൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ്, അല്ലാണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല. നമ്മളിപ്പോൾ കർവിൻ്റെ ലോങ് റേഞ്ച് നോക്കുകയാണെങ്കിൽ അതെന്തായാലും വേറൊരു ലീഗിലാണ് നിൽക്കുന്നത് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മളത് അവിടെ ഒന്ന് സൈഡാക്കി വെച്ചിരിക്കുകയാണ്. നെക്സോണിൻ്റെ ലോങ് റേഞ്ചിൻ്റെ ടോപ്പ് എൻഡ് മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് നിങ്ങൾക്ക് കാണാം 19.29 lakhs ആണ്. കർവിൻ്റെ മീഡിയം റേഞ്ചിൻ്റെ ടോപ്പ് എൻഡിൻ്റെ പ്രൈസ് 19.29 lakhs ആണ്. അതായത് നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ ഫീച്ചേഴ്സും കർവ് EVയുടെ അക്കംപ്ലിഷ്ഡ് പ്ലസ് S എന്ന് പറഞ്ഞ മോഡലിൽ കിട്ടും. നെക്സോണിൻ്റെ ലോങ് റേഞ്ച് എന്ന് പറയുമ്പോൾ എംപവേർഡ് പ്ലസ് ആണ് എൻ്റെ ടോപ്പ് എൻഡ് വരുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പക്ഷേ കർവ് EVയിൽ അഡീഷണൽ ആയിട്ട് ഇലക്ട്രോണിക് അതായത് പവർ ടെയിൽ ഗേറ്റ് അങ്ങനത്തെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും കൂടെ നമുക്ക് കിട്ടും. അതുകൊണ്ട് ആ ഒരു പ്രൈസൊക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയമായി. നിങ്ങൾ തീർച്ചയായും കർവ് EV എടുക്കുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു പ്രൈസ് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്.
പിന്നെ ഇതല്ലാണ്ട് നമ്മൾ കർവിൻ്റെ ലോങ് റേഞ്ചിലോട്ട് പോകുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. കാരണം 55 kWh ബാറ്ററി പാക്കാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ക്ലെയിംഡ് റേഞ്ച് 585 കിലോമീറ്റേഴ്സ് ആണ്. ഇതുവരെ നമുക്ക് ഈ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് ബാറ്ററി കപ്പാസിറ്റി വരുന്ന വണ്ടി ഇതാണ്. ഈവൻ ZS EV എടുക്കുകയാണെങ്കിൽ പോലും MGയുടെ ഇതിന് 50.3 kWh സൈസേ വരുന്നുള്ളൂ. അതായത് ഇതിനേക്കാൾ ഓൾമോസ്റ്റ് 4.7 kWh സൈസ് കുറവാണ് എന്ന് പറയാം. അതായത് റിയൽ ലൈഫ് റേഞ്ചിൻ്റെ കാര്യത്തിൽ നമുക്ക് കർവ് ഇത്തിരി കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും എന്ന് വിചാരിക്കാം. ആൻഡ് നമ്മളിപ്പോൾ ZS EVയുടെ ഒക്കെ ടോപ്പ് എൻഡ് വേരിയൻറ്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന് പ്രൈസും കുറവാണ്. 19.25 lakhsലാണ് ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബേസ് മോഡൽ എന്ന് പറയുമ്പോൾ കർവ് EVയുടെ ലോങ് റേഞ്ചിൽ ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും ഉള്ള ബേസ് മോഡലാണ്. ഭയങ്കര ചീപ്പായിട്ടുള്ള വേരിയൻ്റ് അല്ല അവരതിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ടോപ്പ് എൻഡ് ആണെങ്കിൽ പോലും എംപവേർഡ് പ്ലസ് A എന്ന് പറഞ്ഞ മോഡൽ, അതായത് എഡാസ് ഉള്ള വേരിയൻ്റ് ആണ് A എന്ന് പറയുന്നത്. അതിന് 21.99 lakhs ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എഡാസ് വേണ്ടെന്നുണ്ടെങ്കിൽ എംപവേർഡ് പ്ലസ് എന്ന് പറഞ്ഞ മോഡൽ എടുത്താലും മതി. 21.25 lakhs അത് കിട്ടും. 74,000 ഡിഫറൻസ് ഉണ്ട്. അതിൽ നമുക്ക് അങ്ങനെ പറയത്തക്ക വേറെ ഡിഫറൻസ് ഒന്നും ഇല്ല, എഡാസ് മാത്രമേ ഉള്ളൂ. എഡാസ് പിന്നെ നമ്മുടെ ഇന്ത്യൻ റോഡ്സിൽ അങ്ങനെ ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് പറയാനും പറ്റില്ലല്ലോ. സോ നിങ്ങൾക്ക് ബഡ്ജറ്റ് കൂടുതലുണ്ട്, റേഞ്ച് മാക്സിമം വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കർവ് EVയുടെ ലോങ് റേഞ്ച് മോഡൽ കൺസിഡർ ചെയ്യാം. അത് നമുക്ക് ഒരിക്കലും അവിടെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് കർവ് EVയിൽ ടാറ്റ കൊടുത്തിട്ടുണ്ട്. ഈവൻ അവർ കീ വരെ മാറ്റിയിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ, അതായത് ഈ ഒരു കർവിൻ്റെ കാര്യത്തിൽ. അത് ഇതുവരെ അവർ ചെയ്യാത്തൊരു സംഭവമാണ്. ടാറ്റ മൊത്തത്തിൽ ഇപ്പോൾ ഈ വണ്ടി ഇറക്കിയ സമയത്ത് കൂടുതൽ ഫീച്ചേഴ്സ് കൊടുക്കുക, അതുപോലെ മൊത്തത്തിൽ അവരുടെ പവർ ട്രെയിനും സംഭവങ്ങളൊക്കെ ബെറ്റർ ആക്കുക എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലായി കാണും കർവിൻ്റെ പ്രൈസ് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് പ്രൈസും കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാം. അതായത് നെക്സോണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഹൈ പ്രൈസ് പോയിൻ്റല്ല കർവ്. അവരിപ്പോൾ ഇനീഷ്യൽ പ്രൈസ് പോയിൻ്റെ കാര്യത്തിൽ ഇറക്കിയിരിക്കുന്നതെന്ന് പറയാം. ആക്ച്വലി നെക്സോൺ EVയുടെ ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയ സമയത്ത് ഇതിനും ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. 19.99 lakhs ആയിരുന്നു അതിൻ്റെ ലോങ് റേഞ്ചിന് തന്നെ ടോപ്പ് ആൻഡ് പ്രൈസ്. ഇപ്പോൾ ബാറ്ററിയുടെ ഒക്കെ വില ടാറ്റ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഈ കാലം ചെല്ലും തോറും ബാറ്ററിയുടെ പ്രൈസ് കുറഞ്ഞു വരുന്നതുകൊണ്ടാണ് അവർക്ക് മൊത്തത്തിൽ അവരുടെ വാഹനങ്ങളുടെ പ്രൈസ് ഇപ്പം ഇലക്ട്രിക് വാഹനങ്ങളുടെ കേസിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ പണ്ട് നമ്മളിപ്പോൾ ഒരു 2 വർഷം മുന്നേ ഒക്കെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 3 വർഷം മുന്നേ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് വണ്ടികൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ഈവൻ ZS EV ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അതിൻ്റെയൊക്കെ വില ഇപ്പം പതുക്കെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് ഇനിയും ഫ്യൂച്ചറിൽ നമുക്ക് കുറച്ചുകൂടെ പ്രൈസ് കുറഞ്ഞ ഇലക്ട്രിക് വണ്ടികൾ എക്സ്പെക്ട് ചെയ്യാം. ഈവൻ നമ്മുടെ MGയുടെ പുതിയൊരു വിൻസോർ EV എന്ന് പറഞ്ഞ വണ്ടിയും വരുന്നുണ്ട്. അത് ZS EVയുടെയും അതുപോലെ നമ്മുടെ കൊമറ്റിൻ്റെയും ഇടയിൽ വരുന്നൊരു വണ്ടിയായിരിക്കും. ആൻഡ് അതിൻ്റെ അകത്തും ഈ പറയുന്ന രീതിയിൽ 50 kWh ബാറ്ററി പാക്കൊക്കെ വരുമെന്ന് പറയുന്നു. അതായത് നമുക്ക് കർവിൻ്റെ ഒക്കെ മീഡിയം റേഞ്ചുമായിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രൈസ് ഡീസൻ്റ്ലി പ്രൈസ്ഡ് ആണെങ്കിൽ. ഇതൊന്നും അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ കർവ് എന്ന് പറയുമ്പോൾ ഇതൊരു പുതിയ ബോഡി സ്റ്റൈലാണ് ഇന്ത്യയിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് പൊതുവേ ഈ പ്രൈസ് പോയിന്റിൽ അങ്ങനെ കൂപ്പ SUVs ഒന്നും ഇതുവരെ കിട്ടാറില്ലായിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ടാണ് നമുക്ക് ഈ ഒരു അഫോർഡബിൾ പ്രൈസ് പോയിന്റിൽ കൂപ്പ SUVs വരാൻ തുടങ്ങിയത്. സെട്രോൻ്റെ ബസാൾട്ടും ഉണ്ട്, ടാറ്റ കർവ് മാത്രമല്ല. ബട്ട് സ്റ്റിൽ ടാറ്റയ്ക്കും ഒരു ഇലക്ട്രിക് സ്പേസിൽ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറയും. കാരണം ബസാൾട്ടിൻ്റെ ഇലക്ട്രിക് വേർഷൻ ഒന്നും ഇതുവരെ സെട്രോൻ ഇറക്കിയിട്ടില്ല. പിന്നെ കർവിൻ്റെ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ പവർഡ് വേർഷൻസ് അവർ സെപ്റ്റംബർ 2 ഇറക്കുള്ളൂ. അത് ഇതുവരെ ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസും നെക്സോണിൻ്റെ പ്രൈസും തമ്മിൽ എന്തോരം ഡിഫറൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഇലക്ട്രിക്കൽ പ്രൈസ് ചെയ്തിരിക്കുന്ന പോലെയാണ് അവർ അതും പ്രൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് പോയിന്റ് നമുക്ക് ആ വണ്ടിയും കിട്ടും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.